ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഒരു ദുഃഖവെള്ളി കൂടി നമ്മുടെ ജീവിതത്തിൽ കടന്നു പോവുകയാണ്. ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? യഥാർത്ഥത്തിൽ ദുഃഖവെള്ളിയുടെ മർമ്മം, സന്ദേശം എന്താണ്? അത് നൽകുന്നത് ഒരു പ്രത്യാശയുടെ സന്ദേശമാണ്. എന്താണ് ദുഃഖവെള്ളി നൽകുന്ന പ്രത്യാശയുടെ സന്ദേശം? ഈ വർഷം പ്രത്യാശയുടെ വർഷമായി പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ദുഃഖവെള്ളി യഥാർത്ഥത്തിൽ പ്രത്യാശയുടെ ദിവസമാണ്. ദുഃഖവെള്ളി പ്രത്യാശയുടെ ദിവസമാണ്. വേദനിക്കുന്നവൻ്റെ, അടിച്ചമർത്തപ്പെട്ടവൻ്റെ, രോഗക്കിടക്കയിൽ കഴിയുന്നവൻ്റെ, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരുടെ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ സംഘർഷം അനുഭവിക്കുന്നവരുടെ ഒക്കെ ജീവിതത്തിലെ പ്രത്യാശയുടെ ദിവസമാണ് ദുഃഖവെള്ളി. ദുഃഖവെള്ളി ഉണ്ടെങ്കിലേ ഒരു ഉയർപ്പ് ഞായറുള്ളൂ. കർത്താവ് ദുഃഖവെള്ളിയിലൂടെ കടന്നുപോയത് പ്രത്യാശയുടെ ദിവസമായ ഉയർപ്പ് ഞായർ നമുക്ക് സമ്മാനിക്കാനാണ്. ഇനി ഞാൻ ഏതൊക്കെ പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും, എന്തൊക്കെ ദുരിതങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചാലും, സഹനത്തിൻ്റെ എത്ര നീർക്കുഴിയിലാണ് ഞാൻ കഴിയുന്നതെങ്കിലും, ദുഃഖവെള്ളിയുടെ ഈ ദിവസം കർത്താവിൻ്റെ കുരിശ് എനിക്ക് നൽകുന്ന സന്ദേശം അത് പ്രത്യാശയുടെ സന്ദേശമാണ്. ഞാൻ കുരിശിൽ മരിച്ചത് ഉത്ഥാനം ചെയ്യപ്പെടാനാണ്. എൻ്റെ ശരീരത്തിൽ ഞാൻ മുറിവേറ്റത് മുറിവുണക്കാനാണ്. കർത്താവ് നൽകുന്ന സന്ദേശമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാരഥന്മാരായ വിശുദ്ധർ കർത്താവിൻ്റെ കുരിശിനെ നോക്കി ധ്യാനിച്ച് അവർ പ്രത്യാശയോടെ കടന്നു പോയിട്ടുണ്ട്. കടുത്ത പട്ടിണിയിൽ, കടുത്ത രോഗത്തിൽ, കടുത്ത ജീവിത പ്രതിസന്ധികളിൽ കർത്താവിൻ്റെ കുരിശ് അവർക്ക് വലിയ പ്രത്യാശയായിരുന്നു. റോമക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് കൂടെ പറയുന്നുണ്ട്, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഏറ്റവും വലിയ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു ദുഃഖവെള്ളി അനുവദിച്ചത്. അത് ആ ദുഃഖവെള്ളിയുടെ കടന്നുപോകലിലൂടെ ക്രിസ്തു മഹത്വത്തിലേക്ക് പ്രവേശിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അവന് മുമ്പും പിമ്പുമുണ്ടായിരുന്നവർ രക്ഷയുടെ മഹത്വം അണിഞ്ഞു എന്നുള്ളതാണ്. എൻ്റെ കഷ്ടതകൾ, എൻ്റെ വേദനകൾ എനിക്ക് മഹത്വം നൽകാനുള്ളതാണ്, എൻ്റെ കൂടെയുള്ളവർക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഃഖവെള്ളി കരയാനുള്ള ദിവസമല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും ദുഃഖവെള്ളികളായിരിക്കാം. ഒരു ദുഃഖവെള്ളിയും കരയാനുള്ള ദിവസമല്ല, വേദനിക്കാനുള്ള ദിവസമല്ല, മറിച്ച് അത് പ്രത്യാശയുടെ ദിവസമാണ്. ഇനി ഈ ദുഃഖവെള്ളിയുടെ എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ പ്രത്യാശയും
ഈശോ നമുക്ക് നൽകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.